ഇതെന്താ സാധനം? അല്ല ബന്ധാന പക്ഷെ മറ്റേതല്ലേ ഇങ്ങനെ ഇടുന്ന ചുറ്റും ഇടുന്ന സാധനല്ലേ? അത് വടക്കി കെട്ടണേ ആക്ച്വലി. നമ്മളെ നാട്ടിലിത് അമീദ്ക്ക പള്ളി പോകുമ്പോ ഇടുന്ന സാധനമാണ്. ഡാർക്ക് വഴി എല്ലാവർക്കും നല്ല വഴി ചീത്ത വഴി ഉണ്ടാവും. അടി നമുക്ക് പഠിപ്പിച്ചോടാ. അതിന്റെ ട്രാക്ക് ഉണ്ടാണോ? പിന്നെ അങ്ങനെ ആവശ്യമില്ല. സ്ക്രീൻ കാണിക്കണ്ട. സ്ക്രീൻ ബീറ്റ് മാത്രം. അപ്പൊ ഈ അടുത്ത് അങ്ങ് ദൂരെ ഓഫ് സീസൺ വന്നു. എങ്ങോട്ടാ നോക്കണേ? നിങ്ങൾ ഇന്നലെ മറ്റേ ക്രൗൺ പ്ലാസയിൽ പരിപാടി ഉണ്ടായിട്ടില്ലേ? ഇന്നലെ ഇറങ്ങിയാനെ എനിക്ക് പോണോണ്ടേ പ്രോജക്ട് സി അല്ലേ? പ്രോജക്ട് സി കിട്ടില്ല. ഡാപ്സിയും ബേബിയൊക്കെ ഉണ്ടെങ്കിൽ വേറെ ബാങ്കറാ. ഞാൻ പോവാന്ന് ഇയറിലിട്ട് പോവാന്ന് ലാസ്റ്റ് ടൈം ഒരു ചെറിയ ഒടിവ് കിട്ടി. ഇപ്പൊ സ്ട്രീമിൽ പറയാൻ പറ്റില്ല. ചെറിയൊരു പണി കിട്ടി. ഇപ്പൊ പറയൂല, അവര് തീരുമാനാക്കട്ടെ. തീരുമാനം അറിഞ്ഞിട്ട് നല്ലൊരു പണി കൊടുക്കും ഞാൻ. കാരണം എന്നോട് അയ്യാറിലെ എല്ലാം ഓക്കെ എന്നെല്ലാം പറഞ്ഞ എന്നെ വിളിച്ചു വരുത്തേര്. ലാസ്റ്റ് ഒരു ചെറിയ ഒടിവ് കിട്ടിയ. ഇപ്പൊ പറയുന്നില്ല, പിന്നെ പറയാം. അടുത്ത സ്ട്രീമിൽ പറയാം. അടുത്ത സ്ട്രീമിൽ പറയാം. അതെന്താ തീരുമാനം നോക്കട്ടെ. എങ്ങോട്ടാ നോക്കണേ? അതല്ലേ ഓഫ് സീസൺ. എന്റെ തലയിൽ വീണ വീട്ടി ഭീതി സ്വയമേ തലയ്ക്കാഞ്ഞ് വീശി വീക്കി വീക്കി ഭീതി ചെറിയ കടകളൊക്കെ വീട്ടി എന്റെ കീശ കീറി നീചനാം കാലം എന്റെ നേർക്ക് നീട്ടി വീടി പണ്ട് റമ്മും കോളം കൊണ്ട് നാഗരാജൻ അന്ന് ലൈസ് ഇന്ന് കാജരാജ കണ്ണാടി
ഡ്രൈവറിന്റെ ബ്രദറാ പിന്നെ USA. US-ലാ? ഓക്കെ 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 ഓക്കെ. എന്താ പരിപാടി എന്നിട്ട്? പുള്ളറെ തെറ്റുമൊത്ത നിങ്ങളെല്ലാവരും പറ്റി നിങ്ങളെങ്ങനെ ഇതോ ഇവരായിട്ട് എന്താ ബന്ധം? നിങ്ങളെ കണ്ടിട്ടൊരു റാപ്പ് ഗ്യാങ് സെറ്റപ്പ് ഇല്ല നിങ്ങളെ കണ്ടിട്ട്. അതാണ് ഈ ചങ്ങായ അനക്കോ നീ ചങ്ങാനെ ഒരു ശശീന സോമനാറ്റായിരിക്കും. തോക്കുണ്ടായിമാ അനക്ക് തോക്കൊണ്ട് തരുവാ ശരിക്കും? അല്ല ഞാൻ കാര്യമായിട്ട് എനിക്ക് തോക്കുവാണ്. ഞാൻ ഫുൾ ഡേഞ്ചറിലാ ജീവിക്കുന്നു ഇപ്പം. അതാ ഞാൻ ഗ്യാങ്ങുമായിട്ട് ടൈപ്പായ. എന്ത്? ഓ ഓക്കെ ഓക്കെ. എടാ കൊച്ചിയിൽ പിള്ളേരുണ്ടോ ഒന്നും പേടിക്കണ്ടെന്ന് പറഞ്ഞ നോക്കാം. എന്നാ ശരി ബ്രോ. ഓക്കെ ഓക്കെ. സിയു ബൈ. ഓക്കെ 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 ബൈ സിയു. കൊച്ചിയില് ഗാങ് സീൻസ് ഉണ്ടെങ്കിൽ പറഞ്ഞാൽ നമുക്ക് തീർക്കാം. ഓ എന്ന നിലപാടാ കുറെ നാള് വെയിൽ കൊണ്ടതിന്റെ ഫലമാടാ ഒരു കടലല പോലൊരു കര കാണാൻ മതി മറന്നാടാൻ മരുന്നടിച്ചടക്കിട പടമാവാൻ കുറെ ചടച്ചിരുന്നെഴുതിയ കഥയാടാ പച്ചനീലീണം ഉള്ളി വന്ന രക്തതായി തീരും ജാഗ്രത പൊതു ശത്രുവെ മൃത്യുവിലെ തീരും അല്ല പിന്നെ മാറ്റമില്ല നിത്യവിടെ സീന് രണ്ട് വീശ് നോക്കി വീശിയാനി ഭിത്തിയിലെ തീര് പിതുക്കി മുക്കി ഞെക്കി കോൾഗേറ്റ് ട്യൂബ് കാലിയായി പാതിയായ പാട്ടുമാറിയും പുകഞ്ഞാതിയായി പുകപടർന്ന മണ്ടയിൽ സ്വസ്ഥ ബുദ്ധിയാവിയായി ചടുവടിച്ച് നല്ല നർമ്മബോധവും സമാധിയായി പിന്നെന്താ പരിപാടി? ഫുഡെല്ലാം കഴിച്ചാ എല്ലാരും? ഫുഡ് അവിടെ എടുത്തേക്ക് കൊണ്ടുവരോ? പറഞ്ഞാൽ കൊണ്ടുവരും. എന്താ കഴിക്കാൻ? കഴിക്കാൻ എടാ വിശക്കുന്ന അതാ തിന്നാനായിട്ട് വന്നു. ഇവന്റെ പരിപാടി എന്തെങ്കിലും തിന്നുക കടന്നു ഉറങ്ങുക. അതാണ് മെയിൻ. ചങ്ങായി വരുന്നതിന്റെ അതിനാ. ചങ്ങായി തിന്നാൻ വേണ്ടിട്ടാണ് ടി വി കയറിയത്. 7 മണിക്കൊന്നൊക്കെ വേണ്ട. അത് മാനേജറാണോ? ആ മാനേജറല്ല ഫ്രണ്ടാ. അത് മാനേജ് ചെയ്യും കുറച്ച് കാര്യങ്ങൾ. എടാ എന്താ തിന്നാൻ വേണ്ടെന്ന് പറഞ്ഞോ? 7 മണിക്ക് ചായ കുടിച്ചിട്ടല്ലേ ഉള്ളു. ഇപ്പൊ നമുക്ക് വിശക്കുന്നില്ല. എന്താ ഞാൻ തിന്നാൻ വേണ്ടി മുട്ടിയിരിക്കുന്ന ആ ഡ്രോയിന്റെ ഒക്കെ സ്നാക്സ് ഉണ്ട് എടുത്ത് കഴിച്ചു. ഇതൊന്നും കണ്ടിട്ട് അഭിഷേക നീ ഇങ്ങനെ പറയല്ലേ? അഭിഷേകം വിളിക്കുന്നതാ. ഇത് ഞാൻ പറഞ്ഞില്ല സിംഗിൾ ട്രാക്കാ.
ഓ ചങ്ങായി പപ്സ് നോക്കിട്ട് വന്നാ ഓ എന്താ വേണ്ട നോക്കാന് എന്താ ഓ ഇത് ബബിൾഗോ ചുയങ്ങല്ലേ ഞാൻ എടുക്കട്ടെ അയ്യോ ഇത് നല്ല പരിപാടിയാണ് അതിന്റെ കറക്റ്റ് ഭാഗം നോക്കിട്ട് അടിച്ചു ചീസ് ബോൾ കഴിച്ചാണോ? ഓ ഇറ്റ്സ് ഫേവറേറ്റ് ഷീറ്റ് ബ്രോ. വേറെ സീൻ ഇതാണ്, ഭയങ്കര ടേസ്റ്റി. ഇറ്റ്സ് മൈ ഫേവറേറ്റ്. ചീസ് ബോൾ ബ്രോ ഇറ്റ്സ് വേറെ സീൻ. നല്ല വില ഉണ്ടാവല്ലോ. നല്ല വിലയുണ്ട്, അത് മാത്രമല്ല ഭയങ്കര ടേസ്റ്റി ആയിരുന്നു. അതെ ഞാന് ഇത് ക്യാമറമാൻ പാവം. ഞാന് ഭയങ്കര ടേസ്റ്റി ആണ് ചീസ് ബോൾ. എന്താ നമുക്ക് ഫ്രീ സ്റ്റൈൽ ചെയ്താലോ? ഞങ്ങളൊക്കെ ഒരു വീഡിയോയിൽ ഫ്രീ സ്റ്റൈൽ ചെയ്യാൻ പറ്റും. വീഡിയോ ആ കൊച്ചി ഗ്യാങ് വിത്ത് കൊളാബ് വിത്ത് കപ്പി ഗ്യാങ്. M4 എന്താ? നമുക്കറിയാം. ഓ കണ്ടിട്ട് നല്ല രസമുള്ളതുകൊണ്ട് എടുത്താണ്. കുറച്ച് കളയുമ്പോ നോക്കുമ്പോ സെറ്റ് ആയിരിക്കും ബ്രോ. ബ്രോ ഒരു 4 years 6 years കഴിയുമ്പോ ഗ്യാപ്പ് നോക്കുമ്പോ ഒരു എന്താ M4 married. ഇപ്പോൾ മാരീഡാ ഇതെങ്ങനെ School man. സെറ്റല്ലോ Set ആണ്. 2000 രൂപ ഉള്ളൂ. ഓ അല്ല 2700 അങ്ങനെ എന്തോ ഉള്ളു. 1700 രൂപ ഉള്ളു. അഡിഡാസ് ഒറിജിനൽസിന്റെ അങ്ങനല്ല, പക്ഷെ നല്ല ലുക്കില്ല. 1500 അങ്ങനെ ചെറിയ ഉള്ളു. Topic, come on, freestyling, come on. Wow. Topic first option topic ഇടാ. Come on. ഇവിടെ ഇരിക്കും. ഇവിടെ വേർഡാ തൊപ്പി പറഞ്ഞ കാര്യം അറിയോ? തൊപ്പി യൂട്യൂബിലോട്ട് സ്ട്രീമിംഗ് ഒക്കെ തുടങ്ങിയപ്പോൾ ഹെയ്റ്റ് സ്ട്രഗിളിങ് ഈ സാധനങ്ങളല്ല ജസ്റ്റ് ഞാൻ മറന്നുപോയി, സത്യം ഞാൻ മറന്നുപോയി. ടോക്ക് ചെയ്താണ് ജസ്റ്റ് ചിന്തിച്ചാൽ കിട്ടും. നമ്മ വന്നൊഴിക്കലും മറക്കരുത്. അതെ നമ്മ ഇപ്പൊ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ബാക്ക് ഞാൻ സത്യം പറയടാ, ഞാൻ കുറെ സ്ട്രഗിളും ചെയ്തിട്ടുള്ള വെറുതെ ആ ടൈം എനിക്കത് തോന്നി. അതൊന്ന് ഞാൻ കുറെ സ്ട്രഗിളും ചെയ്തിട്ടുള്ള വെറുതെ ആ ടൈം എനിക്കത് തോന്നി. അതൊന്ന് ചെയ്ത് അങ്ങനെ പോയതാ. എന്നാലും കൊറേ പേര് ബ്രോന്റെ മറ്റേ ഡിഗ്രേഡ് ചെയ്യാൻ നോക്കിയില്ലേ? അല്ല ആ ടൈം ഒരു ഇത് നല്ല ഞാൻ വിട്ടോടാ. ഞാൻ ഇന്നത്തെ കാര്യം ഇന്ന് അങ്ങനെ ചിന്തിക്കരുത്. നമുക്ക് ഇന്നലെ വന്ന ബുദ്ധിമുട്ട് പോലും ഞാൻ ഓർക്കില്ല. അങ്ങനെ ഓർത്താൽ നമുക്ക് ജീവിക്കാൻ കഴിയില്ല. പക്ഷെ ഞങ്ങളത് ഓർത്താൽ ഞങ്ങൾക്ക് എഴുതാൻ പറ്റുള്ളൂ.
അങ്ങനെ ഉണ്ടല്ലേ? എക്സ്പീരിയൻസ്. അപ്പൊ നമ്മള് ഫാസ്റ്റ് സ്റ്റെപ്പ് ഓർത്ത് വെക്കണല്ലേ? അതാണ് മറ്റേ നേരം പോക്കുന്ന ബാഡല്ലേ? ഫാസ്റ്റ് ബാഡാണ് പിന്നെ ഓർത്ത് അത് കണ്ടല്ലേ ബാഡല്ലേ? അത് ട്രാക്കിലായില്ലേ? അപ്പൊ അത് കണക്ട് ആവുന്ന ആൾക്കാർ ലിസൺ ചെയ്യുമ്പോ ഓ മനസ്സിലായി അവിടെ കണക്ട് ആയി. എല്ലാവരുടെ ലൈഫിലും ഒരു ബാഡ് മൊമെന്റ് ഉണ്ടാവും. അത് ബാഡ് മൊമെന്റ് കഴിഞ്ഞാൽ കൂടുതലും ബാഡാണ്. അവിടെ ഞാൻ ഓർക്കാൻ ആഗ്രഹിക്കാത്തത്. അപ്പൊ നമുക്ക് ഹാപ്പി തിങ്സിനെ കുറിച്ച് റാപ്പ് ചെയ്യാം. ഹാപ്പി തിങ്സ്. ആരാ വന്ന? ആരും വന്നിട്ടില്ല. എന്താ ഇന്ന് ഹലോൺ പാർട്ടി ഉണ്ട് ബ്രോ. തൊട്ടടിയില് ബാറിൽ പോവാ. പക്ഷെ എന്താണെന്നറിയാമോ, നമുക്ക് എൻട്രി ചിലപ്പോ വരുമെന്ന് തോന്നുന്നു. ചെക്ക് ചെയ്ത് നോക്കാം. എൻട്രി വെറുതെ പോയോക്കാം. ഇതൊന്നും വേണ്ടോ? ഇത് വേണ്ടോ? കണ്ടന്റ് എടുത്തിട്ടോ മറ്റേ ഫോണിൽ എടുത്താൽ മതി. ഗോപ്രോ ഉണ്ടോ? റീൽസിൽ എടുത്താൽ മതി. ഓക്കെ. ലൈറ്റ് വേണം. ലൈറ്റ് കുറച്ച് കളറായിട്ട് ആക്ഷൻ. City gang, bro. Yeah. Oh, west side, man. W vibe. Cheese ball. Tasty. Tribe vibe. നിന്റെ പേര് അഭിഷേക്. വീട്ടിൽ വിളിക്കുന്ന പേര് കുട്ടൂസ്. പേര് ഫ്യൂജി. No, man. Yeah, bro. ഫ്യൂജി ഒരു ടോക്കി. അരയില് കത്തി. കാലില് ജോർദ. മാർലീനെ പോലെ ഇരിക്കുന്ന ഡ്രൈവോ. പക്ഷെ മനസ്സ് മൊത്തം മനസ്സ് മൊത്തം ശുദ്ധൻ. മനസ്സിലാക്ക് വ്യക്തം. എന്നും നിത്യം പറയുന്ന കാര്യങ്ങളെല്ലാം വ്യക്തം. ഇവിടെ എന്ത് വേണം അറിയില്ല, പലതും ഗവൺമെന്റ് കട്ടിമുടിപ്പിച്ചു. അതൊന്നും മനസ്സിലാക്കാനുള്ള ബോധം വേണം. മനുഷ്യ നീ നിന്റെ നാശം വിതയ്ക്കുന്നു, അറിയുന്നു. കർഷകൻ വിത്തിട്ട് കൊയ്യുന്നു. മനസ്സിലാക്കൂ, ബോധം വേണം. ഞങ്ങൾക്ക് ഇല്ല പേടി. ഞങ്ങളുടെ ചോദ്യം ഇവിടെ എന്ത് വേണം? മരം തന്നു ദൈവം. ദൈവമാണ് വരം. പറയുന്നു പല മനുഷ്യ ജീവജാലകൾ കൂടി ധനമൊരു വരം. ധനമൊരു വരം. പണമാണ് വരം. പണമല്ല ഗുണം. ഞാൻ പറയുന്നു പണമല്ല ഗുണം. നേടണം പല കാര്യങ്ങളും. നേടി പിടിക്കണം പല കാര്യങ്ങളും. പല ദിനങ്ങളും പല ദിനങ്ങളും പോയാലും ഞാൻ പിടിച്ചിടും വലിച്ചിടും. കാര്യങ്ങൾ വ്യക്തം. ഇവിടെ വേണം ഇനി വൃത്തി, അല്ലത് വേണ്ടത് ഭക്തി. ദൈവത്തിന് മുന്നിൽ കൈകുപ്പി നിന്നൊരു ദിവസങ്ങൾ ദിനങ്ങൾ മാറി. ദിനം ധനം തരും ദൈവം. ദൈവത്തിൽ അർപ്പിച്ചു ധൈര്യം. ഫിസിക്കിന്റെ അരിശം, മനുഷ്യന്റെ അരിശം. കലക്കി തരുന്നു അരിഷ്ടം. എന്തൊരു നേരം പോക്ക്. നീ വന്ന വഴി തിരിഞ്ഞത് നോക്ക്. അറിയാൻ പാടില്ലേ നീ എന്നോട് ചോദിക്ക്. അറിയാൻ കൊച്ചു സിറ്റി ഗ്യാങ്, കൾച്ചർ ഓണ്, തൊപ്പി ഗ്യാങ്, ഫ്യൂജി ഡ്രൈവോ, ചെരിമ ലോജി ഗ്യാങ്, മൂസ് കാഴ്ച വെക്കം കയ്യിൽ ടോജി. പക്ഷെ നീ എന്തൊക്കെ പറഞ്ഞാലും നിന്റെ പേര് അഭിഷേക്. ജീവിതത്തിന്റെ പേര് പറഞ്ഞു. അത് മനസ്സിലായി. അവിടുത്തെ റിയൽ നെയിം ചോദിച്ചപ്പോ ബ്രോ ആയതുകൊണ്ട് ഞാൻ പറഞ്ഞ മനസ്സിലായി. എന്തൊക്കെ ആയാലും ഞങ്ങള് ഓജി. Look at my Fuji. Look at my Fuji. Look at my Fuji. Look at my driver. Look at my toppy. Chilling, homing. Chilling with homies. അവള് പറഞ്ഞു you know me. ഞാൻ ചോദിച്ചു who told me. Fuck the shit. Oh my God. ഇവിടത്തെ
ഇവിടുത്തെ വൈബ് തീർന്ന് ഇവിടുന്ന് നമുക്ക് പോവാം. ഹലോവിൻ പിടിക്കാം. നമുക്ക് ഹാലോവിൻ പാർട്ടി പിടിക്കാം. വൈബ് ചേഞ്ച്, ചില്ല് ചേഞ്ച്. നമുക്ക് പാർട്ടിക്ക് പോകാം. Let's go, let's go, let's go. നിന്റെ ബന്ധാനാ. Yeah, thank you, bro. Let's go to the party, bro. Party, ഒരു party. കൊല്ലായിട്ട് അങ്ങനെ ഇങ്ങനെ നിന്ന് ഏതാ ഇത് നമ്മ മെയിൻറ്റെയിൻ ചെയ്യണം. ബ്രോ മറ്റേ അടുത്ത സെയിം സാധനല്ലോ. മിൻട്രന്ന് എടുത്തല്ലേ? അല്ലല്ല ഞാൻ ടോപ്പ് ഇത് ഇന്ദ്രനെ എടുത്താണോ ബ്രോ? അത് ഗുഡ് കണക്ഷൻ ബ്രോ. ഇതെന്ന് പറയാം ഇത് 1 ഇയർ ഇത് എവിടെ നടത്തേ? ഇത് മുംബൈയിൽ നിന്ന് എടുത്തതാ. എത്ര ദിവസം? ഇത് കുറച്ച് വിജയായി. എത്ര? 4 ആയി. അനക്കാണ് എനിക്ക് ഈ സാധനമാണ് 1000 എഴുതിയിട്ടുള്ളൂ. ഫ്യൂച്ചറിലെ റിയൽ ജി യൂസ് ചെയ്യാൻ റിയൽ ഡയമണ്ട്സ് യൂസ് ചെയ്യാം. അതാണ് ഡ്രീം. റിയൽ ഡയമണ്ട്സ് വാ വാ ലെറ്റ്സ് ഗോ. അണ്ണൻ ഇതെടുക്കട്ടെ. എടുക്കുന്നേ ഇനിയിപ്പോ എന്താണ് സീനില്ല. മധുരമില്ലാത്ത സാധനം മറ്റേ കോക്ക. ആ മധുരമുള്ളോ? ഇഷ്ടമല്ല. മധുരമുള്ളതോ? അന്ന് മധുരമുള്ള അതിനകത്ത് ഉണ്ടാവുമല്ലോ. ഓ കില്ലായി. മധുരമില്ലാത്ത Strings ആണോ? നമുക്ക് ഹാലോവിൻ പാർട്ടി പിടിക്കാം. ഹാലോവിൻ പാർട്ടിക്ക് പോവാം. എന്തോ കഥാ ഫോണ്. ആഫ്രിക്കന്ന് ഒന്നാമത് അടിയിട്ട് ആൾക്കാർ പറയണം റിസപ്ഷനിസ്റ്റ്. അപ്പൊ നീ പറയണ എന്റെ പേര് ഉണ്ണീന്നാണ്. ഞാൻ ഇങ്ങനെയല്ല വെറുതെ ഇങ്ങനെയല്ല ആക്കുന്നതാണ്. ശരിക്കും പേര് അഭിഷേക്. Second. Going down. Okay. അപ്പൊ അമ്മ കയറിയിട്ട് ക്യാമറ അടിയിലേക്ക് ഓടി ഇറങ്ങണം. മച്ചാന്റെ പേരെന്താണ്? ഞങ്ങളൊരു വീക്ക് എടുക്കും. ഞാൻ ഇതെപ്പം കൈമ കൊണ്ട് നടക്കും. ഞാനൊക്കെ തലക്കടിച്ച് കൊല്ലാലോ. പിന്നെന്താ ഞങ്ങൾ കൊല്ലല്ലോ. ഒരാളെ കൊള്ളാട്ടാ. ഹലോ വലിയ പാർട്ടിയിലായാലും ബൗൺസേഴ്സ് ഗേറ്റിലേക്ക് തലക്കടിക്കാം. പിക്ക് എടുക്കാം. അടാ ഇത് ഞെക്കി നോക്ക്. സ്വിച്ച് ഞെക്കി നോക്ക്. സ്വിച്ച് വിളിച്ചാലോ? പിടിച്ചു. സ്നേഹമില്ലാത്ത മനുഷ്യനാണോ? സ്നേഹമില്ലാത്ത മനുഷ്യനാണോ? നമുക്ക് ഞങ്ങളെന്താ ഒരുമാതിരി നോട്ടം നോക്കിട്ട് പോയാ അല്ലേ? അതല്ല, ഇയാള് ക്യാമറന്റെ ബാക്കിൽ പോയി കൂടെ നടന്നു പോകുമ്പോ ഒരു മുഖാക്കി അങ്ങനെ നല്ല നോക്കിയത്. ഇതെന്താന്ന് വിളി ഇതിൽ കളിക്കുന്നത്? എന്താ ഇതിന്റെ ടെക്നിക്കൽ വശം? അടുപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്റ്റെക്കായി പോകും. ലിഫ്റ്റ് അങ്ങനത്തെ ക്വാളിറ്റി ഇവിടെ ഇല്ല. ഉണ്ടാവില്ല. വരുമ്പോ കൂടി വരുമ്പോ ജ്യൂസ് പോയി. ജ്യൂസ് ജ്യൂസ്
ഉണ്ടോ? ഇത് കഴിഞ്ഞിട്ട് വേറെ ഫുഡ് കഴിക്കാല്ലാണ്ട് വേറെ പ്രത്യേകിച്ച് അതല്ലടാ ഓട്ടാ, അതിൻ്റെ ഉള്ളിൽ ഹാലോവിൻ പാർട്ടിയാണ്. അപ്പൊ കുറെ ആൾ ഇങ്ങനെ കോസ്റ്റ്യൂം എല്ലാം ഇട്ടിട്ട് ആ പരിപാടിയില്ലേ, സെറ്റായിരിക്കും അതൊക്കെ കാണുന്നുണ്ടോ? പിന്നെ അത് ശരിയാ പറഞ്ഞു, അത് വളരെ ശരിയാണ്. അല്ലെങ്കിൽ അവർക്ക് അങ്ങനെ പറയേണ്ട കാര്യമില്ല. അവിടെ ഹലോ ഹലോ മുസ്തൂക്കാ, അതിന്റെ ഉപ്പ ക്യാമറമാന്റെ ഉപ്പ വിളിക്കുന്നത്. ഹലോ സഞ്ചിയുടെ ക്യാമറ പിടിച്ചോണ്ടിരിക്കാന്നിപ്പാ. ആ ഇല്ല, പനിയെല്ലാം കുറഞ്ഞല്ലേ? പനി കുറഞ്ഞില്ലേ? ഓക്കെ ഓക്കെ. എടാ എന്ത് നല്ല ഉപ്പടാ, അമ്മക്കൊന്നും ഇങ്ങനെ ഒരു ഉപ്പ. എടാ എന്തോടാ. വാ പോയാലോ. നമുക്ക് എന്താ പരിപാടി? നമുക്ക് ഒരു പരിപാടി ഇട്ടാലോ? പറ. പിടിച്ച് മാറിയാ വണ്ടി ഉണ്ടോ? വണ്ടി ഉണ്ട്, കാറുണ്ട്. ഏതാ? ഓൾട്ടോ. ഗാഡിയുള്ള പുറത്തുണ്ടോ? ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ വണ്ടി ഏതാണോ? ഡിയോയാ? ഇവന്റെ വണ്ടിയാണ്. ഇവിടെ പോയാ മുങ്ങിയാ ആള് പോയാ. വെള്ളം കുടിക്കാൻ പോയി. നമുക്കൊന്നൊരു പണി ചെയ്താലോ? ദിവസം KCG ഫ്ലെക്സ് ചെയ്യും. നമുക്ക് ഫുൾ മറൈൻ ഡ്രൈവും പോയി മടുത്ത്. അവിടെ പോകാനോ? താഴ്വാരത്ത് പോയല്ലോ. താഴ്വാരം എവിടെയാണത്? ചെക്ക് ചെയ്ത്. താഴ്വാരം റെസ്റ്റോറന്റ് ആണോ? പാർട്ടി മ്യൂസിയം. കളമശ്ശേരിയല്ലേ താഴ്വാരം? ഈ കളമശ്ശേരി ബോംബ് പൊട്ടിക്ക് ഫുള്ള് സീനാണ്. ലൊക്കേഷൻ നോക്കി എന്റെ വകയിലൊരു മാമന്റെ ആരോ. താഴ്വാരം റെസ്റ്റോ കഫേ അല്ലേ? റെസ്റ്റോ കഫേ. സീപോർട്ട് എയർപോർട്ട് റോഡ്, തൃക്കാക്കര, വാഴക്കാല, കൊച്ചി, കാക്കനാട്. അന്ന മിക്കവാറും ഇവിടുത്തെ സെക്യൂരിറ്റി പുറത്താക്കും. ഞാൻ ഇരുത്തും എന്നെ 5 സ്റ്റാർ ഹോട്ടലിൽ വന്നിട്ട് ടൂറായിരിക്കും. എനിക്ക് സീനാക്കാൻ പറ്റും. പിന്നല്ലാണ്ട് നിങ്ങളെടുത്ത റൂമായിക്കൊണ്ട് അത് മാത്രമല്ല, നമ്മളിപ്പോ പബ്ലിക് ഫിഗറേഴ്സ് ആണ്. നമ്മളൊന്നും ചെയ്യാൻ പാടില്ല. അങ്ങനെ ഉണ്ട്, നിയമമുണ്ട്. പോണാ അറിയില്ല. സന്നാറിലോ അഞ്ചത്തിലോ ചെയ്തിട്ട് നോക്കണ്ട്. എനക്ക് അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല ഇതുവരെ. ബ്രോക്ക് ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടായിട്ടുണ്ട്. എനക്ക് ഇങ്ങനത്തെ പ്രിവിലേജ് ഒന്നും ഉണ്ടായിട്ടില്ല. എവിടുന്നു ഇപ്പൊ കഴിഞ്ഞ ഈ ഇടക്ക് മറൈൻ ഡ്രൈവിൽ പോയിട്ട് ഒരുത്തം വന്ന് ഫുൾ ഇതാക്കി, ഫുൾ സീനാക്കി. കാര്യം പറയട്ടെ, ഇവിടെ ഒരു സെലിബ്രിറ്റി, ഒരു സിനിമാക്കാരൻ, ഒരു ഫിലിം ആർട്ടിസ്റ്റ് വരുവാണെങ്കിൽ അവരുടെ കൂടെ എത്ര മീഡിയാസ് ഉണ്ടാവും? അപ്പൊ അത് ക്യാമറാസ് അല്ലേ? തൊപ്പിയുടെ പ്രൊഫഷണലാണ്. സോ തൊപ്പിയുടെ എപ്പോഴും ക്യാമറ ഉണ്ടാവും. ഈ ഏരിയയിൽ ഇവിടെ നിൽക്കാം, പക്ഷെ പ്രൈവറ്റ് സ്പേസിലേക്ക് പോകാൻ പാടില്ല. അത് മാത്രമേ ഉള്ളൂ. ഇത് പബ്ലിക് സ്പേസാണ്. നമുക്ക് ഇവിടം വരെ ക്യാമറ അലൗഡാ. മനസ്സിലായോ? സോ ഡോണ്ട് കെയർ. അജീഷ് ഒരു എന്റർടൈൻമെന്റ് കണക്ട് ചെയ്തേ. താഴ്വാരം പോണോ? താഴ്വാരം പോവാം ഗൈസ്. ടൈമിട്ട് ഇതാക്കുന്ന വെറുതെ ഒയപ്പിക്കാനുള്ള പരിപാടിയാണ്. ലീഗലി ഒരു സീനും ഇല്ല. അങ്ങനെ വെറുതെ ടൈം വേസ്റ്റ് ആക്കാം. ഞാൻ കണ്ടത് അത് കുഴപ്പമില്ല. എന്താണല്ലോ ബ്രോ, ഈ ലോകത്ത് നമ്മളെ യങ്സ്റ്റേഴ്സിന് ജീവിക്കണ്ടേ ഇവിടെ? എന്ത് സീനാണ്. ഞാൻ യങ്സ്റ്റർ എന്നല്ലാണ് ഞങ്ങളവനായി. എത്ര വയസ്സുണ്ട്? 45 വയസ്സുണ്ടായി. ഇന്നലെ എന്റെ ബർത്ത്ഡേ 25 എനിക്ക്. സെയിം ഏജ് നമ്മളെല്ലാം ഇപ്പൊ യങ്സ്റ്റേഴ്സാ. അപ്പൊ ഞാൻ യങ്സ്റ്റർ ആണല്ലേ? ബ്രോ ഇത്ര മനസ്സിലാക്കിയാൽ മതി. ഏജിലെല്ലാരും ബ്രോയുടെ മൈൻഡ് യങ്സ്റ്റർ ആണെങ്കിൽ യു ആർ ദ യങ്സ്റ്റർ.
തൊപ്പി ഗാങ്സ്റ്റർ, പക്ഷെ ഞങ്ങള് ഗ്യാങ്സ്റ്ററാണ്. പക്ഷെ നിന്റെ പേര് അഭിഷേക്. നീ ഗാങ്സ്റ്റർ ആണേലും നിന്റെ പേര് അഭിഷേക്. ഒരു കാര്യം പറയട്ടെ, നമ്മ ജനിച്ചു വീഴുമ്പോ തന്നെ ഗാങ്സ്റ്റർ ആവൂല, മനസ്സിലായോ? നമ്മളെ കാലങ്ങളാണ്, കലികാലവും കാലങ്ങളാണ് നമ്മളാക്കണ ഗാങ്സ്റ്റേഴ്സ്, മനസ്സിലായോ? നമ്മ മറ്റേ ഞാനൊക്കെ പ്രോ, ഞാൻ തെരുവിൽ ഇറങ്ങി കളിച്ചവനോ, ഞാൻ തെരുവിൽ ഇറങ്ങി റാപ്പ് ചെയ്ത് കളിച്ചവനോ, മനസ്സിലായോ? ഞാൻ സ്ട്രഗിൾ ചെയ്ത് വന്നോ, മനസ്സിലായോ? ഞാൻ അത്ര സ്ട്രഗിൾ ചെയ്ത് വന്നോനോ, ഞാൻ അങ്ങനെ ഗാങ്സ്റ്റർ ആയതാ. ഇപ്പൊ എന്റെ അടുത്ത് ഒരുത്തമ്മ റാപ്പ് ഫ്രീ സ്റ്റൈൽ ചെയ്യാൻ പറഞ്ഞാൽ ഞാൻ ചെയ്യും, മനസ്സിലായോ? ഇവിടെ നീ ഞാൻ പറഞ്ഞാൽ ചെയ്യും, എനിക്ക് അതിനുള്ള വിൽ പവർ ഉണ്ട്, മനസ്സിലായോ? അതൊക്കെ പാടിപ്പോ അവിടെ നോക്ക് ഒരു മരം. നീ എവിടെ പോയിന്നടാ? ഇതെവിടെ പോയത്? ചങ്ങാടെ പോയത് നീ അവിടെ ഇരിക്ക്, ഇങ്ങോട്ട് വന്ന് നിക്ക്. സർപ്രൈസിംഗ്ലി മീറ്റ് ഫസീന്. എടാ ഫസീനെ ചോദിക്കാണ്ട് പെർമിഷൻ എടുക്കാണ്ട് പോയിട്ട് കണ്ടാലോ? ഓ ആലോചിക്കുമ്പോ തന്നെ ഡാർക്കാകുന്നു. ചേർന്നല്ല, ഒരു ആഗ്രഹമുണ്ട് ഒരാളെ മീറ്റ് ചെയ്യണം, നടക്കൂല. കള്ളനാട്ടോ തൊപ്പി, ചെറിയൊരു കള്ളനാ തൊപ്പി. എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. ഞങ്ങളുടെ ഒരു മ്യൂസിക് വീഡിയോയിൽ വരാന്ന് പറഞ്ഞായിരുന്നു. KCG ഇത് അത് ഞങ്ങളുടെ വീഡിയോ ഓൾമോസ്റ്റ് കംപ്ലീറ്റ്. എന്റെ ഫോണോട് ഞാൻ കാണിച്ചു. ഞാൻ ഇന്നലെ മിന്നാന്നൊരു ഷൂട്ടിന് പോയി. മിന്നാന്നല്ല, ഒരാഴ്ചയായി. ഞാന് തിരുമാലി, ഫെജോ, ഡാബ്സി, പിന്നെ അവൻ 4 ആള്. അല്ല, അവര് 3 ആളെ പാടിയത്. പക്ഷെ എനിക്ക് ചെറിയൊരു കുറച്ച് സെക്കൻഡുള്ള ഒരു ഗസ്റ്റ് റോളാണ്. ഒരു ദിവസം ഫുള്ള് അവിടെ ഷൂട്ടിന്, ഒരു ദിവസമല്ല കുറെ സമയം ഷൂട്ടിനുണ്ടായിരുന്നു അവിടെ എല്ലാവരും ഒന്നിച്ച്. എന്താ സ്ഥലത്തിന്റെ പേര്? സ്ഥലത്തിന്റെ പേര് ഞാൻ പറഞ്ഞത്. അതാ സ്ഥലത്തിന്റെ പേര്? കുമ്പളങ്ങിയ. കുമ്പളങ്ങി നൈറ്റ്സ്. ഒരു പഴയ ടൈപ്പ് എന്നല്ല, ഈ ട്രഡീഷണൽ ഒരു കല്യാണം ഇല്ലേ, ഒരു കല്യാണ വീട്ടിൽ നടക്കുന്ന ഒരു ഇതാണ്. സാമ്പാർ എന്ന ട്രാക്കിന്റെ പേര്. അവിടെ സീനാണ്, നൈസ് ട്രാക്ക്. അതില് ലാസ്റ്റ് ഡാബ്ജിന്റെ ഒരു വരി വരുന്നുണ്ട്, സീനാണ്. പറക്കണ് മതിയാമേ. ഓ പാടാൻ പറ്റില്ലേ? ഓ വന്നില്ല, ട്രാക്ക് ഇറങ്ങിയില്ല. എൻ്റെ കയ്യിലുണ്ട് ട്രാക്ക്, എൻ്റെ കയ്യിലുണ്ട്, എൻ്റെ ഫോണിലുണ്ട്. പക്ഷെ അത് കേൾപ്പിക്കാൻ പറ്റില്ല. അവർ പറഞ്ഞ അടി കൊടുക്കാൻ പറ്റില്ല. സാധനം റിലീസായിട്ടില്ല. ഡാബ്ജിന്റെ ഒരു ട്രാക്ക് റിലീസാകുന്നതിന് മുന്നേ കേൾക്കാൻ പറ്റാറ് ഭയങ്കര ഇതാണ്. ഇടക്കിടക്ക് കേൾക്കാനുണ്ട്. അടുത്ത ഫ്യൂച്ചർ വെക്കാൻ പോകുന്നൊന്നല്ല. ബേബി അത്. ബേബി ഡാബ്ജി എന്ന് പറഞ്ഞാൽ എനിക്ക് അത്രയും ഇതുള്ളൊരു, ഞാൻ അങ്ങനെ വിചാരിച്ചു. ഞാൻ പണ്ടല്ല റാപ്പേഴ്സിനെ കുറിച്ച് ആലോചിക്കും. ഞാൻ വിചാരിച്ചു മലയാളത്തിൽ നിന്ന് ആരും നമുക്ക് ഇൻസ്പിറേഷൻ ആയിട്ട് എടുക്കാൻ പറ്റൂല. വേൾഡിൽ നോക്കുമ്പോൾ ഓക്കെ കുറെ ആൾക്കാരുണ്ട്, പക്ഷെ മലയാളത്തിൽ നമുക്ക് അങ്ങനെ ഇൻസ്പിറേഷൻ എടുക്കാൻ പറ്റാൻ ആരും ഇല്ലാന്ന് വിചാരിച്ചത്. പക്ഷെ മലയാളത്തിൽ അങ്ങനെ കിട്ടിയ ഒരാള് റൂമുണ്ട്. അങ്ങനെ ഇങ്ങോട്ട് റൂമുണ്ടാ. ഇല്ല ഇനി തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. എന്തോ ബ്രോ നമ്മുടെ ശരിക്കും കോസ്റ്റ്യൂം ഇടാൻ പോവാ. ഇല്ല പ്രേതൊന്നും മാസ്ക് ഉറപ്പായിട്ടും അണ്ടർലോഡ് ചെയ്തതാണോ അതോ ചെയ്തതാണോ? ബ്രോ ഇതിപ്പോ എങ്ങനെ മാനേജ് ചെയ്തത്? 24/7 ലൈവ് ആണോ? അല്ല, ഇടക്ക് മൂട് വന്നാൽ 24 hours ചെയ്യും. അപ്പൊ സ്ലീപ്പും പരിപാടിയൊക്കെ ഒരിക്കൽ ഞാൻ സംഭവില്ലേ, ഒരാളെനിക്ക് ചാലഞ്ച് വന്നു. നീ ഈ ഓഫ് സ്ട്രീം ചെയ്യുന്ന ഈ സാധാരണ ബ്ലോഗെല്ലാം ചെയ്യുന്ന ആൾക്കാരില്ലേ, ഇടക്ക് വെച്ച്
നമ്മൾ ആവശ്യമുള്ള സമയത്ത് കട്ടാക്കി നമുക്ക് ആവശ്യമില്ലാത്ത സമയത്ത് ക്യാമറ ഓൺ ആക്കി ചെയ്യുന്ന ആൾക്കാരല്ലേ. അങ്ങനെ ഒരാൾ നമുക്ക് ചാലഞ്ച് വന്നു, ഇങ്ങനെ നീ ഫുൾ ടൈം അയ്യാറിലിട്ട് കാണിക്ക്, നിന്റെ ഫുൾ ഡേ നീ ലൈവ് ചെയ്ത് കാണിക്കുന്ന. ആ ചാലഞ്ച് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി അന്ന് 24 മണിക്കൂർ ഇട്ടതാണ്. അത് കംപ്ലീറ്റ് അന്ന് മൊത്തം ലൈവ് പോയി. കുറച്ച് സമയം ഉറങ്ങിയിട്ടൊന്നുമില്ല, ഉറങ്ങാനും തോന്നിയില്ല. ആ ദിവസം മൊത്തം അയ്യാറിൽ ചെയ്ത് ആ ചാലഞ്ച് കംപ്ലീറ്റ് ചെയ്ത്. അങ്ങനെ ഞാൻ ഇത് തുടങ്ങുന്നത്, സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ലൈവ്. അടിപൊളി. അപ്പൊ ഇതാണ് ഇതിന്റെ ബിഹൈൻഡ് ദി സീനിലെ ആളല്ലേ? ബ്രോ പേരെന്ത്? തൻസി. തൻസി. വേറൊരു ക്ലോസ് ഫ്രണ്ട് ഉണ്ടല്ലോ, ഒന്നു. ഓ നാട്ടിലോ വന്നില്ല. ഓക്കെ. ഓ അപ്പൊ എന്റെ കാണുന്നുണ്ടോ റിലേഷൻഷിപ്പ് പരിപാടിയൊക്കെ ഇപ്പൊ കാണുന്നുണ്ടോ? എന്റെ എല്ലാം കാണുന്നുണ്ട്. നിങ്ങളാണല്ലോ സംഭവം ഹാലോവിൻ പാർട്ടിക്ക് കയറാൻ കേറ്റുന്നില്ല, ക്യാമറ അലോഡ് അല്ല. ക്യാമറ അലോഡ്. അത് ഈ പബ് ആകുമ്പോ പ്രൈവസി. പക്ഷെ നമ്മൾ അന്ന് വന്നപ്പോ സീൻ ഉണ്ടായിട്ടില്ല.